നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്തെ നടുക്കിയ ഒരു കൂട്ടക്കൊലപാതക വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. തിരുവനന്തപുരത്ത് 3 സ്ഥലങ്ങളിലായി ഒരു യുവാവ് സ്വന്തം കുടുംബത്തിലെ തന്നെ 5 പേരെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. വെഞ്ഞാറമൂടും തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട ചില പരിസരങ്ങളിലുമായിട്ടാണ് യുവാവ് ഈ കൊലപാതക പരമ്പര നടത്തിയത്. അതിനുശേഷം സ്വയം ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമവും യുവാവ് നടത്തി. കൊലപാതകത്തിന്റെ കാരണം എന്തെന്നുള്ളത് തേടിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം. വെഞ്ഞാറമൂട് പേരുമല സ്വദേശിയായ 23-കാരനാണ് ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. അഫാൻ എന്നു പേരുള്ള യുവാവിൻ്റെ പെൺസുഹൃത്തിനെയും കാമുകിയെയും സഹോദരനെയും ഒക്കെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരമായി പരിക്ക് സംഭവിച്ച വെട്ടേറ്റ മാതാവ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെ ആരോഗ്യസ്ഥിതി തുടരുന്നുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. യുവാവിൻ്റെ പിതാവിൻ്റെ മാതാവായ സൽമാ ബീവി, പ്രതിയുടെ സഹോദരനായ അഹസാൻ എന്ന 13-കാരൻ, പെൺസുഹൃത്തായ കാമുകിയായ ഫർസാന എന്ന 19-കാരി, പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അഫാൻ പെൺസുഹൃത്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇരുവരുടെയും വീട്ടിലുണ്ടായിരുന്ന മറ്റൊരാൾക്കും വെട്ടേറ്റു എന്നാണ് സൂചന ലഭിക്കുന്നത്. ഇയാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഈ മണിക്കൂറിൽ ലഭിക്കുന്നില്ല. രണ്ടാമതായി പാങ്ങോട്ടായിരുന്നു പ്രതിയുടെ മാതാവിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്താനായി എത്തിയത്. അതിനുശേഷം യസൻപുരത്ത് 2 പേരെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. 3 സ്ഥലങ്ങളിലായി പലരെ വെട്ടിക്കൊലപ്പെടുത്തിയതിൻ്റെ കാരണം എന്തെന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുടുംബ പ്രശ്നമായിരിക്കാം, മറ്റു തരത്തിലുള്ള വിഷയങ്ങളായിരിക്കാം എന്നൊക്കെ തന്നെ അനുമാനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രതിയുടെ ബന്ധുക്കളായ ലത്തീഫ്, ഷാഹിദ എന്നിവർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തിയാണ് ഏറ്റവും ഒടുവിൽ കീഴടങ്ങിയത്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിനിടയിലാണ് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. 6 പേരെ പ്രതി കൊലപ്പെടുത്തിയെന്ന് മൊഴി കൊടുക്കുകയാണ് ചെയ്തത്.